ഓം ഗം ഗണപതായ നമ. അവിഘ്നമസ്തു. എല്ലാ ഭക്തർക്കും കക്കൈത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ കക്കയത്ത് കുടികൊള്ളുന്ന ഉപദേവതകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കക്കയത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഒരു ശ്ലോകത്തിനകത്ത് തന്നെ ശാസ്താവും ഗണപതിയും രണ്ടുപേരും ഒന്നിച്ച് ഇരിക്കുന്ന ഒരു പ്രത്യേകതയും കൂടെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത്. നമുക്ക് ദേവീദേവന്മാരാണേലും അവരാദ്യം പൂജിക്കുന്നത് ഗണപതിയെയാണ്. നമ്മുടെ എന്തു കാര്യങ്ങളും ഉണ്ടെങ്കിലും, എന്ത് വിശേഷം നടക്കുന്നതാണേലും, എന്ത് വിശേഷ അവസരങ്ങളാണെങ്കിലും നമ്മൾ ഗണപതിക്ക് ആദ്യമേ വിളക്കത്ത് വെക്കും. ഗണപതി ഭഗവാന് ഉള്ള വഴിപാടുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഗണപതി ഹോമം. ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്ക് മാറാൻ ഒക്കെ പിറന്നാളിന് അല്ലെങ്കിൽ വർഷത്തിലെ പിറന്നാളിനൊക്കെ ഗണപതി ഹോമം ക്ഷേത്രത്തിൽ എല്ലാ ഭക്തർക്കും ചെയ്യാം. ഏതവസരത്തിലും എന്തിനും ഗണപതി ഹോമം നല്ലതാണ്. വിഘ്നങ്ങളൊക്കെ മാറി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് ഗണപതി ഹോമം നടത്താം. എല്ലാ ദിവസവും ഗണപതി ഹോമം നമുക്കിവിടെ ഉണ്ട്. രാവിലെ 6:15 കഴിയുമ്പോഴത്തേക്കും ഗണപതി ഹോമം തുടങ്ങും. ഭക്തജനങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് ഗണപതി ഭഗവാനെ പൂജിച്ച് തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ഉള്ള പ്രാർത്ഥനയൊക്കെ നടത്താവുന്നതാണ്. അതിൽ എല്ലാ ഭക്തർക്കും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ ഉണ്ണിയപ്പം വിശേഷമായൊരു വഴിപാടാണ്. അതും നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിലുണ്ട്. നമ്മുടെ ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും നല്ല വഴിപാട് പഞ്ചഫലങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ശർക്കര, തേങ്ങ, കരിമ്പ്, മാതളനാരങ്ങ, മുന്തിരി ഇതൊക്കെയാണ് പഞ്ചഫലങ്ങൾ. കദളിപ്പഴം ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കാൻ ആഗ്രഹമുള്ള ഭക്തർ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഒറ്റയപ്പം വഴിപാട് ഗണപതി ഭഗവാന് പ്രധാനപ്പെട്ട വഴിപാടാണ് ഒറ്റയപ്പം. അതുപോലെ തന്നെ ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നമുക്കിവിടെയുണ്ട്. ശനിദോഷം മാറുന്നതിനും ശാസ്താപ്രീതിക്കൊക്കെ നീരാഞ്ജനം വളരെ നല്ലതാണ്. അതുപോലെ എള്ളുപായസം ഉണ്ട്. നമ്മുടെയൊക്കെ പിറന്നാളിനൊക്കെ ശാസ്താവിന് എള്ളുപായസം വഴിപാട് നടത്താം. നെയ്യഭിഷേകം, നെയ്വിളക്ക്, നീരാഞ്ജനം, എള്ളുപായസം ഇതൊക്കെ ശാസ്താവിന് വേണ്ടി നമുക്ക് വഴിപാടുകൾ നൽകാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ശ്രീകോവിലിൽ ശാസ്താവും ഗണപതിയും ഒന്നിച്ച് കുടികൊള്ളുന്നതുകൊണ്ട് വഴിപാടുകൾ നമ്മൾ ഭക്തർ നൽകുമ്പോൾ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യത്തോടെ നൽകാൻ ശ്രമിക്കണം. ഇപ്പം നെയ്വിളക്കാണെങ്കിൽ 2 പേർക്ക് നെയ്വിളക്ക് കത്തിക്കാം. മാലയാണെങ്കിൽ ഗണപതിക്ക് കറുകമാല കൊടുക്കാം, ശാസ്താവിന് സാധാ മാല കൊടുക്കാം. അങ്ങനെ എന്താണേലും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിട്ട് നമ്മൾ വഴിപാടുകൾ ചെയ്യാം.